ഇതുണ്ടല്ലോ, ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ്. ഇത് ഞാനിവിടെ എഴുതി വെക്കുന്നു, അല്ലെ ഇപ്പം കേട്ടോളൂ. ഇന്ന് വൈകുന്നേരം 22-ാം തീയതി മാർച്ച്, ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ സുരേഷ് ഗോപി കുറെ പത്രക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് രാമകൃഷ്ണന്റെ വീട്ടിൽ ചെല്ലും. അല്ലെങ്കിൽ എവിടെ ഇരിക്കുന്നു അവിടെ പോയി തപ്പിപ്പിടിച്ച് അവിടെ ചെല്ലും. എന്നിട്ട് രാമകൃഷ്ണനെ അങ്ങ് ഏറ്റെടുക്കും. ഈ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് ഒരു ആത്മഹത്യാ നാടകം നടത്തിയ. നമസ്കാരം, പ്രമോദ് പെരുമ്പായിക്കാട്. ഇന്നത്തെ ഹെഡ്ലൈൻസ് എന്താണ്? എല്ലാ പത്രങ്ങളിലും TV ചാനലുകളിലും എല്ലാം കാണുന്ന ഒരു കാര്യമുണ്ട്, സത്യഭാമ വിഷയം. സത്യഭാമ ഇന്ന് എല്ലാവരും കൂടെ പിടിച്ച് ഇന്നലെ നാളെ പിടിച്ച് കുരിശ് തറയ്ക്കാൻ പോകാമെന്നാ തോന്നുന്നു. എന്തിനാ ഇതെല്ലാം? ഒരു രാമകൃഷ്ണനുണ്ട്, സത്യഭാമയുണ്ട്, മോഹിനിയാട്ടമുണ്ട്. അദ്ദേഹത്തിന്റെ നിറത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തതിനെക്കാട്ടിലും കൂടുതലായിട്ട് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് എല്ലാം അങ്ങ് ഫീൽ ചെയ്തു. അതൊരു വർണ്ണവിവേചനമായി, ജാതി വിവേചനമായി, അത് ബുദ്ധിജീവികളും ബുദ്ധിയില്ലാത്തവരും തമ്മിലൊരു പ്രശ്നമായി മാറി. സത്യഭാമ വില്ലനുമായി. മോഹിനിയാട്ടം, അത് മോഹിനികൾ കളിക്കട്ടെ, നിറമുള്ളവർ കളിച്ചാൽ കുറച്ചുകൂടി ആകർഷകമാകും. ആണുങ്ങൾ കളിച്ചാൽ അത് ശരിയാവില്ല, അത് ആകർഷകമാവില്ല, അത് അവർ കളിക്കേണ്ട കളിയല്ല എന്നല്ലേ അവർ പറഞ്ഞുള്ളൂ. അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഇത് ഫ്രണ്ട് പേജ് ന്യൂസ് ആയല്ലോ. അപ്പോൾ ഇതിന്റെ കോൺസ്പിറേറ്റർ ആരാണോ ഇത് വേണമെന്ന് പ്ലാൻ ചെയ്തത്, അയാളുടെ ശ്രമം ഇതവിടെ വിജയിക്കാൻ തുടങ്ങുകയാണ്. ഫ്രണ്ട് പേജ് ന്യൂസ് വന്നില്ലേ? ഇതുണ്ടല്ലോ, ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ്. നിങ്ങൾ ഇതിന്റെ മുകളിൽ എന്തൊക്കെ വായിച്ചാലും എന്തൊക്കെ പ്രതികരണം നടത്തിയാലും ഞാൻ പറയുന്നത് ഇലക്ഷൻ സ്റ്റണ്ടാണ്. ഇവിടെ ആരാ ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റണ്ട് മാസ്റ്റർ? വേറെ ആരുമല്ലോ. സിനിമയ്ക്കകത്ത് സ്റ്റണ്ട് നടത്തുന്ന നമ്മുടെ സുരേഷ് ഗോപി. ഇത് ഞാനിവിടെ എഴുതി വെക്കുന്നു, അല്ലെ ഇപ്പം കേട്ടോളൂ. ഇന്ന് വൈകുന്നേരം 22-ാം തീയതി മാർച്ച്, ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ സുരേഷ് ഗോപി കുറെ പത്രക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് രാമകൃഷ്ണന്റെ വീട്ടിൽ ചെല്ലും. അല്ലെങ്കിൽ എവിടെ ഇരിക്കുന്നു അവിടെ പോയി തപ്പിപ്പിടിച്ച് അവിടെ ചെല്ലും. എന്നിട്ട് രാമകൃഷ്ണനെ അങ്ങ് ഏറ്റെടുക്കും, കെട്ടിപ്പിടിക്കും. എന്നിട്ട് അവിടെ വന്നൊരു പ്രസംഗമൊക്കെ നടത്തും, ഒരു വളിച്ച ചിരിയൊക്കെ ചിരിക്കും. രാമകൃഷ്ണൻ അങ്ങ് സന്തോഷമാവും. രാമകൃഷ്ണനോട് പറയും, നിന്നെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, നിങ്ങൾക്ക് ഞാൻ നീതി മേടിച്ചു തരാം. സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന സാധനമാണല്ലോ, നീതി വാങ്ങിച്ചു തരാമെന്ന് പറയും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കുറെ BJP-ക്കാരൻ കൈകൊട്ടും. അവർ സോഷ്യൽ മീഡിയയിലെല്ലാം അങ്ങ് വാർത്തകളാക്കുകയും ചെയ്യും. ഇതാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഇന്ന്, നാളെ, മറ്റന്നാൾ 3 ദിവസങ്ങളിലായിട്ട് കുറച്ച് വോട്ട് കിട്ടുമെന്നാണ് സുരേഷ് ഗോപിയുടെ വിചാരം. ഇയാൾ കാണിക്കുന്നതെല്ലാം ഇങ്ങനെയാണല്ലോ. അയാളുടെ വിചാരം പൂച്ച വാൽ കുടിക്കുന്ന പറഞ്ഞ പോലെ കണ്ണ ടച്ചുകൊണ്ടാണ്. ആൾ ചിന്തിക്കുന്ന പോലെ വേറെ ആരും ചിന്തിക്കത്തില്ല. അല്ലെ അതിന് മുകളിൽ ചിരിക്കാൻ വരെ ആൾക്കാരുണ്ടെന്നുള്ള കാര്യം ആളോട്ട് മനസ്സിലാക്കത്തുമില്ല. ഇത് നമുക്ക് ഈ വിഷയത്തിലേക്ക് ഒന്ന് കിടക്കാം. ആ സ്ത്രീ അവരവരുടെ അഭിപ്രായം പറഞ്ഞു. ഇത് ആണുങ്ങൾ കളിക്കേണ്ട കളിയല്ല എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. മോഹിനിയാട്ടം സ്ത്രീകൾ കളിക്കണം, ചെറുപ്പക്കാരായ സ്ത്രീകൾ കളിക്കണം. അപ്പോൾ അത് കൂടുതൽ ആകർഷകമാകും. അത് നിറമുള്ളവർ കളിച്ചാൽ കുറച്ചുകൂടി ആകർഷകമാകും. അതിനകത്ത് തെറ്റെന്ത് അതിനകത്ത്? ഇത് നിങ്ങൾക്ക് മോഹിനിയാട്ടം ഇഷ്ടമാണെങ്കിൽ ആസ്വദിക്കുക. ഇനി ആര് കളിച്ചാലും ഇഷ്ടമാണെങ്കിൽ അതും ആസ്വദിക്കുക. പെൺകുട്ടികൾ കളിക്കുന്ന മാത്രം ഇഷ്ടമാണെങ്കിൽ അത് ആസ്വദിക്കുക. ആര് പറഞ്ഞു ഇതിനകത്തേക്ക് ഇതിന് പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തിനാ? അവരവരുടെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായ പ്രകാരം നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. അതിന് ഈ പോലീസ് കേസിന്റെ ഒക്കെ ആവശ്യം എന്താ? ഇന്ന് രാവിലത്തെ വാർത്ത കണ്ടു, അവരുടെ പേര് പോലീസ് കേസ് എടുക്കാൻ പോവാണ്. എന്തിനാ? അവരോട് ചോദിക്കുക, അവർ പറയാൻ പോകുന്നത് ഞാൻ ഇപ്പം തന്നെ പറയാം. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഇപ്പം നിറയില്ലാത്തവർക്ക് നിറയില്ലെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം നിറയില്ലാത്തൊരു മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിറയില്ലാത്തവർ ഈ കളി മോഹിനിയാട്ടം കളിക്കുമ്പോൾ അത്ര ശരിയാവില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനപ്പുറത്തോട്ടൊന്നും പറഞ്ഞില്ല എന്നായിരിക്കും അവർ പറയാൻ പോകുന്നത്. ഇപ്പം ഈ രാഷ്ട്രീയ മുതലെടുപ്പിനെ എങ്ങനെയൊക്കെ ഒന്ന് തടയിടാൻ വേണ്ടിയിട്ട് പോലീസ് ചെയ്യുന്നൊരു കാര്യമാണ്. തൽക്കാലത്തേക്ക് ഞങ്ങൾ കേസെടുത്തേക്കാം, സമാധാനമായല്ലോ. എന്നാലും ഞാൻ പറയുന്നു, സുരേഷ് ഗോപിയും കൂട്ടുകാരും ഉണ്ടല്ലോ, ഇതിനെ വീണ്ടും തള്ളും. പുള്ളി വേണേൽ പറയും ഞാൻ മോഡിയെ കൊണ്ട് പറയിപ്പിക്കാന്ന് വരെ പറയുന്നു. അങ്ങനെ വലിയ സ്റ്റണ്ട് അവിടെ ഉണ്ടാകാൻ പോകുന്നു. ഇഷ്ടമുണ്ടേ ആസ്വദിക്കുക, ഇല്ലേ വേണ്ട. ജാതിപരമായിട്ടും അല്ലെ വർഗീയമായിട്ടോ ഇങ്ങനെ എടുത്ത് പബ്ലിസിറ്റി ആക്കി കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇവിടെ. ഇനി ഈ രാമകൃഷ്ണൻ സാറിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. പലർക്കും അറിയാൻ മേലാത്ത കാര്യമാണ്. എല്ലാവരും ഇപ്പം വിരൽ ചൂണ്ടുന്ന ആരെ സത്യഭാമ എന്ന് പറഞ്ഞിട്ടില്ല, അവരെ കുത്തിക്കൊല്ലാൻ ചെല്ലുമല്ലേ. രാമകൃഷ്ണനെ കുറിച്ച് 1-2 വാക്കുകൾ പറയാനുണ്ട് എനിക്ക്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഏതോ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, വരുമാന മാർഗ്ഗമൊക്കെ ഉണ്ട്, പിന്നെ നല്ലൊരു ബിരുദവും കയ്യിലുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഇങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും ജോലി ചെയ്യണമെന്ന് പറഞ്ഞു? ഈ മോഹിനിയാട്ടം കളിക്കണമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ ഇതിന് അയാൾ കിടന്ന് വെള്ളം വെക്കുന്നത്. അടുത്തത് ഇയാളുടെ ഡ്രാമ. ഇയാൾ ഇതിനു മുമ്പും പബ്ലിസിറ്റി സ്റ്റണ്ടൊക്കെ നടത്തിയിട്ടുണ്ട്. 2020 തോന്നുന്നു, 4 വർഷമായി. ഇയാള് ഒരു ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തിയായിരുന്നു. എന്നിട്ട് അതൊരു ന്യൂസൊക്കെ ആയി. ഇയാളുടെ ഏതോ ഒരു സാഹിത്യ അക്കാദമിയുടെ മറ്റെന്തോ ഒരു പരിപാടിക്ക് ഇയാളെ വിളിച്ചില്ലെന്നോ, അതോ അവിടെ ചെന്നിട്ട് സ്റ്റേജിൽ കയറാൻ സമ്മതിച്ചില്ലെന്നോ എന്തോ ഒരു വിഷയം അയാൾ എടുത്തിട്ടിട്ട് അയാൾ പോയിട്ട് ഒരു 3-4 ഉറക്കോളിയൊക്കെ കഴിച്ചിട്ട് ലെറ്ററൊക്കെ എഴുതി എല്ലാവരും കാണുന്ന രീതിയിൽ വെച്ചിട്ട് മുറിക്കകത്ത് കയറി കിടന്നു. വലിയ താമസമൊന്നും ഇല്ലാതെ ഫാമിലി മെമ്പേഴ്സ് അതിനെ എടുത്ത് ലെറ്ററും കണ്ടു, ഇയാളെയും കണ്ടു, എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. അങ്ങനെ അതൊരു ന്യൂസ് ആക്കി എടുത്തായിരുന്നു. എങ്ങനെയുണ്ട് ഡ്രാമ? അപ്പോൾ ഒരു ആത്മഹത്യാ വീരനാണ്, എങ്ങനെയും പബ്ലിസിറ്റി കിട്ടണം. 2 വർഷത്തിന് ശേഷം ഇയാൾ ഒരു അവാർഡൊക്കെ സംഘടിപ്പിച്ചു കേട്ടോ. ഈ സാഹിത്യ അക്കാദമിയിൽ നിന്ന് തന്നെ പുള്ളിക്ക് അവാർഡും കിട്ടി. പുള്ളിക്ക് സമാധാനമായി. അപ്പോൾ 2 വർഷം കഴിഞ്ഞില്ലേ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, സെലിബ്രിറ്റി ആവണ്ടേ. അടുത്ത നമ്പർ അതല്ലേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും ഇയാളെ ഉണ്ടല്ലോ സുരേഷ് ഗോപിയും BJP-ക്കാരുടെ ബലിയാടാക്കുകയാണ്. അയക്ക് ഈ ഗൂഢാലോചന മനസ്സിലാവുന്നില്ല. അതല്ലെങ്കിൽ അയാളും കൂടെ കൂടി ചേർന്ന് ചെയ്യുന്ന കാര്യമാണ് പബ്ലിസിറ്റി കിട്ടാൻ.
ഈ സുരേഷ് ഗോപി ഇതിനകത്ത് കയറി വരും എന്ന് പറഞ്ഞ കാര്യം. അപ്പം അയാൾക്ക് അവസരം മുതലെടുക്കണം. പിന്നെ കുറെ ബുദ്ധിജീവികൾ, നിങ്ങളൊന്ന് വരുന്ന ദിവസങ്ങളിലെ 2-3 ദിവസങ്ങളിലെ വാർത്ത വായിച്ചോളൂ, അല്ലെങ്കിൽ TV ന്യൂസ് കണ്ടോളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വരുന്നവർ ഭൂരിപക്ഷവും BJP-ക്കാരായിരിക്കും, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലുള്ളവരായിരിക്കും വേണ്ടി. എന്തായാലും ഈ സ്റ്റണ്ടിലൊക്കെ വീണ് പോകാതിരിക്കുക എന്നാണ് എനിക്ക് മലയാളികളോടുള്ള ഒരു അഭ്യർത്ഥന.